അസ്സലാമലൈക്കും. ബാസിൽ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ഇന്ന് നമ്മൾ കൂണുകൊണ്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ തൊടുക്ക് ഇറങ്ങിയപ്പോഴാണ് കൂണൊക്കെ കണ്ടത്. കൂണൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് കൂണാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ തന്നെ ഞങ്ങൾ തൊടുവിൽ തന്നെ ഉണ്ടായി മുളച്ച് വന്നിട്ടുള്ള കൂണ് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊടുന്ന് ഈ കൂണൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഒരുപാട് കൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതിൽ മായം ചേർത്തിട്ട് അവർ വേഗം കുത്തി വലുതാക്കുകയൊക്കെ അല്ലേ ചെയ്യണത്. അപ്പോൾ ഇത് നേരെ മുളച്ച് വന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കഴുകുന്നത് വൃത്തിയാക്കുന്നതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കൂനെടുക്കുക. എന്നിട്ട് കൂനിൻ്റെ കുറച്ച് ഇല്ലിയായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ഒരു തൊലിയുണ്ട്. ആ തൊലി ഒന്ന് നമ്മൾ മാറ്റിയെടുക്കണം. അതൊരു വഴുവഴുപ്പാവും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. അതേപോലത്തെ ഒരു തൊലിയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാത്തിൻ്റെയും എടുത്ത് മാറ്റണം കേട്ടോ. ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ എല്ലാം അങ്ങനെ റെഡിയായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കാം കേട്ടോ. ഇതിൽ നമ്മൾ തൊടുന്ന് നേരെ പറിച്ചതായതുകൊണ്ട് ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല തിളച്ച വെള്ളം കൊണ്ട് കഴുകുകയാണ് ഇനി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അതിലത്തെ ചളിയൊക്കെ ഒന്ന് പോയി വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കൂണിലുള്ള ചളിയൊക്കെ വേർതിരിയുന്നതായി നമുക്ക് കാണാവുന്നതാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും കൂണിൻ്റെ ചളിയൊക്കെ വേർതിരിയുണ്ട്. നമ്മുടെ ചൂടുവെള്ളത്തിലേക്ക് ആവുന്നുണ്ട്. ചൂടുവെള്ളം കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ആ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂണ് നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചൂടുവെള്ളം ഇനി ഇതിൽ നിന്ന് നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രഷ് കൂന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൂനൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെയൊക്കെ വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നില്ലാരും നല്ലതാണല്ലോ നമ്മളെ വീട്ടിലുള്ളത്. തൊടുവിലുണ്ടാവും, നോക്കി നോക്കുക. നമ്മളിന്ന് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടിയിലേക്ക് ആദ്യം കൂണിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലൂടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ച് അധികം വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇടുന്നത്, സാധാ ഉപ്പല്ല. നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി, അതേപോലെ തന്നെ ഉള്ളി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് നന്നായിട്ട് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ചതച്ചതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ മസാലയ്ക്ക് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക. ശേഷം ഇതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച്, വല്ലാതെ ഓവറാവരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് നേരെ വെക്കാം കേട്ടോ. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ കൂന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് തുറന്ന് നോക്കിയപ്പോൾ തന്നെ. ഇനി നമുക്കിതൊന്ന് തൂമ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ചെറിയുള്ളി ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ടിരുന്നു, അപ്പോൾ ഇത് കുറച്ച് മതി, ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂണൊക്കെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂണ് റെഡിയായി വന്നിട്ടുണ്ട്. ആ തൂമ്പിച്ചലും കൂടെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. ആദ്യം നമ്മൾ വേവിച്ചിട്ടേ ഉള്ളായിരുന്നു, പിന്നെ ആ തൂമ്പിക്കലും കൂടെ കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കൂന് വരട്ടിയത് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ തൊടുവിലൊക്കെ ഉണ്ടാവും കൂൻ, ഈ സമയത്ത് കൂനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തിയിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.